സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? 0 വേണോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നമ്മൾ ഉന്നയിച്ചത് 0 ആയിരിക്കണമെന്ന്. അന്ന് ഇത് ഇത്രയും പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷേ 0 ആയിരിക്കണം എന്നാണ് നമ്മൾ കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഗവൺമെൻറ് അവന് ബുദ്ധി ഉണ്ടായിട്ടാണോ അല്ലയോ എന്നറിയത്തില്ല. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ വന അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ഭാഗം അത് ബഫർ സോൺ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈ വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കുമളി പട്ടണം കാണുമോ? ഈ കുമളി പട്ടണത്തിൽ പിന്നെ വല്ലതും പണിയാൻ പറ്റുമോ? ഇവിടെ വല്ലതും നടക്കുമോ? പിന്നെ ഇത് വനത്തുമായി ബന്ധപ്പെട്ട ബഫർ സോണാണ് എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിക്ക് എഴുതി കൊടുത്തതാണ്. പിണറായി വിജയനും ഇവിടെയുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും ബോധമുണ്ടായിട്ടാണോ ഇത് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഒന്നാമത് പിണറായി വിജയൻ്റെ ഒന്ന് അടുത്ത് പോയി വർത്തമാനം പറയാൻ ഇവന്മാരെ കൊണ്ടൊന്നും പറ്റില്ല. അയാൾ ഒരു മനുഷ്യനോട് മിണ്ടത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നും ഒരു നിവേദനം അദ്ദേഹം കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നിങ്ങൾ പത്രത്തിലോ ചാനലിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നൊരു നിവേദനം സ്വീകരിച്ച് എന്ത് പറ്റി, എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഈ കാലത്തിനിടയിൽ, ഈ 8-9 കൊല്ലത്തിനിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തല പോയ അയാൾ ഒരു മനുഷ്യനെ ഇപ്പം അയാൾ ഈ സ്റ്റേജിലായിരിക്കുന്ന ഈ സ്റ്റേജ് കയറ്റത്ത് പോലും ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഈ സ്റ്റേജിൽ കയറാൻ പറ്റില്ല. ഞാനിത് വെറുതെ പറയാം. നിങ്ങളൊരു പടമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സഖാക്കൾ കൊണ്ടുപോവാ, ഞാനൊരു സ്വർണ്ണമോതിരം ഇട്ട് തരാം. അയാൾ ഒരു നിവേദനം ഇട്ട് എനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങേരുടെ അടുത്ത് ഇവിടെ ഒരു MLA-യും പോവുകയല്ല, ഒരു മന്ത്രിയും പോകത്തില്ല. അയാളുടെ അടുത്ത് ഇതാരും പറയത്തുമില്ല. അങ്ങേരുടെ അടുത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുറേ IAS-കാരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മിക്കവാറും ഒക്കെ വെള്ളിക്കരണ്ടി വായിൽ വെച്ച് ജനിച്ചവന്മാരാണ് ഇവരൊക്കെ തന്നെ. ഇവരൊന്നും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നമോ കർഷകൻ്റെ പ്രശ്നമോ ബഫർ സ്റ്റോറിൻ്റെ പ്രശ്നമോ ഇതൊന്നും അതിനെക്കുറിച്ച് എന്താണ് പ്രായോഗികമായി ഉണ്ടാകുന്നതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവർ ചെന്നിട്ട് പറയും, മുഖ്യമന്ത്രി അതേ വനത്തിന് അവിടെ നമുക്ക് 1 കിലോമീറ്റർ ബഫർ സോണാക്കി ഇടാം. അവിടെ നമുക്ക് വേറെ കൃഷിയും പണിയും മറ്റു കാര്യങ്ങളും കെട്ടിടം പണിയും ഒന്നും വേണ്ട. എടാ, ഇത് വനത്തെ അതിർത്തിയിലെ 0 എന്ന് പറഞ്ഞാൽ വന അതിർത്തി. അവിടെ തുടങ്ങുന്നു കർഷകന്റെ ഭൂമിയും കർഷകന്റെ കാർഷിക വൃത്തിയും അവൻ്റെ ജീവിതവും അവിടെ ആരംഭിക്കുകയാണ്. അവിടെ 0 എന്ന് പറഞ്ഞാൽ വനാതിർത്തിയിൽ വെച്ചവനെ തടയുക. ബാക്കി ഇങ്ങോട്ടുള്ളത് മുഴുവൻ കർഷകന് അവകാശപ്പെട്ടതാണ്. ഞാനിത് പറയുന്നത് വെറുതെയല്ല. ഇത് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് എഴുതി കൊടുത്തു 1 കിലോമീറ്ററിന്. ഈ കുമളി ഉൾപ്പെടെ ഈ പ്രദേശത്ത് സംഭവിക്കുക. അതിൻ്റെ ഒരു മറുഭാഗം കൂടി ഞാൻ പറയാം. തമിഴ്നാട് ഗവൺമെന്റ് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഇവിടെ ആ ബോർഡ് എഴുതി വെച്ച സഖാക്കന്മാരൊന്ന് പോയി ചോദിച്ചു നോക്ക്. തമിഴ്നാട് ഗവൺമെന്റ് അവരെഴുതി കൊടുത്തു 0 വേണം ബഫർ സോൺ. സുപ്രീം കോടതി അനുവദിച്ചു. ഈ കുമളി തൊട്ടപ്പുറത്ത് തമിഴ്നാടല്ലേ, അവിടെ വനാതിർത്തിയിൽ തൊട്ട് 0 1 കിലോമീറ്റർ ഒന്നും വിടണ്ട. ഇവിടെ നമുക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ തമിഴ്നാട്ടിൽ അവളില്ല. ഇതാ നമ്മുടെ കുമളിയാണ് ഏറ്റവും നല്ല ഉദാഹരണം. കാരണം ഒരു ഭാഗത്ത് തമിഴ്നാട്, ഒരു ഭാഗത്ത് കേരളം. ഇത്ര കൃത്യമായി നിൽക്കുക. അപ്പൊ ഈ ബോർഡ് എഴുതി വെച്ച സഖാവ് ഒന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ ഗവൺമെന്റിന്റെ വിവരക്കേട് അറിഞ്ഞിട്ടാണോ അറിയാത്തതാണോ? ഈ ജില്ലയിൽ നിന്നാണെങ്കിൽ നേരത്തെ വടികട്ടിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മണി. ലോകത്തുള്ള എല്ലാവരും ചീത്ത വിളിക്കാൻ പറ്റും. പിണറായി വിജയന്റെ അടുത്ത് പോയി ചീത്ത വിളിക്കത്തില്ല, അവിടെ പോയി മുട്ടടിക്കും. എന്നപ്പോ ഞങ്ങൾക്കൊന്ന് പറയണ്ട, ഈ നാടൻ ഭാഷയെ നാടൻ ശീലുള്ളവനാണല്ലോ, ഇയാൾക്ക് പോയെന്ന് പറയാൻ മേലാഞ്ഞോ? ഈ കുമളി ഉൾപ്പെടെ ഈ നഗരങ്ങൾ മുഴുവൻ പെട്ടുപോകും, അതുകൊണ്ട് ഈ 1 കിലോമീറ്റർ പറ്റത്തില്ല എന്നൊന്നേ ഒന്ന് പറയാതിരുന്നത്. അതുപോലെ തന്നെ വേറൊരു മന്ത്രിയുണ്ടല്ലോ ഇവിടുന്ന്, കർഷകന്റെ മന്ത്രിയാന്ന് പറഞ്ഞിരിക്കുന്ന കേരള കോൺഗ്രസ്സുകാരൻ മന്ത്രി, പാണി ഗ്രൂപ്പ് മന്ത്രി. എന്തേ അങ്ങേർക്ക് പറയാൻ മേലാഞ്ഞോ? ക്യാബിനറ്റിൽ ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ പറയണ്ടേ ഇത് ശരിയാകില്ല, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ജില്ലയിലെ പല പ്രശ്നങ്ങളും ഉണ്ട്, പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞില്ല. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ വേറൊരു പുതിയ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് 64-ലെ നിയമം. 64 CHR-ലെ നിയമമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് നിയമം. ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് തലതിരിഞ്ഞ് എവനോ കൊണ്ടുപോയി ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി എടുത്ത് നോക്കി, ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമം വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഇവിടെ
കൃഷിയും അതുപോലെ തന്നെ ഭവനവും ഇത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി പറഞ്ഞു. ഇതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, സംസ്ഥാന ഗവൺമെൻറ് പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് കോടതി പറഞ്ഞത്. അല്ലാണ്ട് കോടതി വലിയ മഹാപരാധം ചെയ്തതല്ല. ഈ ഗവൺമെൻറ്റിനോടാണ് പറഞ്ഞു പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. ഈ ഗവൺമെൻറ് എന്നാ കാണിച്ചു? ഈ ഗവൺമെൻറ് പറഞ്ഞു നിലനിൽക്കുന്നതെല്ലാം സ്ഥിരപ്പെടുത്തുക, നിലനിൽക്കുന്നതെല്ലാം പുതിയതായി. അപ്പം പുതിയതിൻ്റെ കാര്യമോ? ഇനി ഈ ഭൂമിയിൽ CHR പുതിയ കെട്ടിടം പണിയണം, പുതിയ വ്യാപാര സ്ഥാപനം തുടങ്ങണം, പുതിയ സ്കൂളുകൾ ഉണ്ടാക്കണം, പുതിയ പല കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വീണ്ടും പ്രശ്നമാക്കിയിരിക്കുക. നിലനിൽക്കുന്നതൊക്കെ അവരൊക്കെ അതൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. നിലനിൽക്കുന്ന ഒന്നും പൊളിക്കണ്ട. അത് പിന്നെ ഇവനെല്ലാം ഇവൻ്റെ ദൈവം തമ്പുരാൻ വന്നാലും അതൊന്നും പൊളിക്കത്തില്ല. ഇപ്പം ഈ കട്ടപ്പനയൊക്കെ CHR പെട്ടതാ. കട്ടപ്പന നഗരത്തിൽ കാണുന്ന മുഴുവൻ കെട്ടിടം അങ്ങ് പൊളിക്കാൻ വന്നാൽ വല്ലവരും സംഭവിക്കുമോ? നടക്കുമോ? ആരെ കൊണ്ട്? പട്ടാളം വന്നിറങ്ങിയാൽ നടക്കുമോ? അതൊന്നും നടക്കില്ലാത്ത കാര്യം തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സൗജന്യം എന്നാന്ന് ചോദിച്ചാൽ അത് പിന്നെ ഇപ്പോൾ റെഗുലറൈസ് ചെയ്തിരിക്കുന്നു. നിലവിലുള്ളതിനൊന്നും ഇനി കുഴപ്പമില്ല. അപ്പോൾ ഭാവിയിലുള്ളത് എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചൊരു ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ബോർഡ് എഴുതി വെച്ച സഖാവേ, നിന്റെ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഇതുപോലെ എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഈ ജാഥ തുടങ്ങുന്നത് 2-3 കാര്യത്തിനാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം നമ്മൾ ഉന്നയിച്ചൊരു കാര്യം പുതിയതായി വന്നിരിക്കുന്ന വനം ഭേദഗതി നിയമം. ആ നിയമം എന്ന് പറയുന്നത് കരി നിയമമാണ്. ആ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വനത്തിനകത്തൂടെ നമ്മുടെ തലവട്ടം കണ്ടാൽ മതി, ഏതെങ്കിലും ഫോറസ്റ്റർ കണ്ടാൽ നമ്മളെ അകത്തോട് കൊണ്ട് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലോട്ട് അടയ്ക്കാം. അതിന് പ്രത്യേക നോട്ടീസ് പോലും നമുക്ക് തരണ്ട. അപ്പോൾ ആ ആദിവാസികളൊക്കെ അവിടെ ജീവിക്കുന്ന പലരും അവരുടെയൊക്കെ മനുഷ്യൻ്റെ തലവട്ടം കണ്ട ഏത് ഫോറസ്റ്റർക്കും അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അറസ്റ്റ് ചെയ്യാം. അതിനൊന്നും പിന്നെ നോട്ടീസ് പോലും തരണ്ട. നമ്മളെ അറസ്റ്റ് ചെയ്തതിനെ അകത്തോട്ട് വിടും. പറ്റില്ലെന്ന് പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം. നടക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ അതിശക്തമായ നിലപാടെടുത്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വെച്ചിരുന്ന ബില്ല് നമ്മുടെ ജാഥ 25-ാം തീയതി തുടങ്ങുമെന്ന് അറിഞ്ഞപ്പോൾ 24-ാം തീയതി വൈകിട്ട് അത് അവതരിപ്പിക്കുന്നില്ല, മാറ്റിവെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനി നടക്കില്ല എന്ന് പരസ്യമായി പറയേണ്ടി വന്നു. ഈ ജാഥയുടെ ഏറ്റവും വലിയ വിജയമാത്. അതിനെക്കുറിച്ച് പിന്നീട് വനം മന്ത്രി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വനം മന്ത്രി പറഞ്ഞു, ഇത് എനിക്കറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പുള്ളിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു പിടിയില്ല. ഇതിനകത്ത് നിങ്ങളിപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ഇത് നടക്കില്ല എന്ന് തോന്നിയപ്പം KM മാണി തലേദിവസം പിണറായി വിജയൻ തലേദിവസം കേരള കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, നിങ്ങളും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി എഴുതിക്കൂ, അത് പറ്റില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പിറ്റേ ദിവസം അത് പറ്റില്ല, വനനിയമം പറ്റില്ല എന്നിങ്ങനെ ജോസ് കെ മാണി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തലേ ദിവസം. അന്ന് വരെ വാ വിളിച്ചിട്ടില്ല. കാരണം പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നട്ടല്ലില്ല. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പാലായി വന്ന് റബ്ബറിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നെ പിണറായി മന്ത്രിമാരുടെയും ഒരു ജാഥയുണ്ടായിരുന്നല്ലോ, എല്ലാ സ്ഥലത്തുകൂടെയും ഇതിലേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് റബ്ബറിൻ്റെ ഒരു കാര്യം അന്നത്തെ MP ആയ ചാഴികാടൻ പറഞ്ഞു, റബ്ബറിന് തീരെ വിലയില്ല, ഞങ്ങളുടെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, എടോ ഈ സ്വാഗതം പറഞ്ഞവൻ ഇത് എന്തിനായി ജാഥ എന്ന് പോലും മനസ്സിലായില്ല. എടോ ഇത് റബ്ബറിൻ്റെ കാര്യത്തിലൊന്നും അല്ലടോ, എനിക്ക് കുറേ കാര്യം പറയാൻ വേണ്ടി വന്നതായി ജാഥ എന്ന് പറഞ്ഞ് അവമാനിച്ചു. പിന്നെ ചാഴികാടൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് കോട്ടയത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ വനം മന്ത്രി പറയാ, ഇയാൾ ഇരിപ്പില്ല, ഇയാളുടെ മന്ത്രി ഒരാൾ മന്ത്രിസഭയിൽ ഇരിപ്പില്ലായിരുന്നോ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇത് വായിച്ചതല്ലേ. അപ്പൊ എന്തുകൊണ്ട് ഇത് മിണ്ടിയില്ല? ഇവരൊക്കെ എവിടെ ആയിരുന്നു എന്ന് വനം മന്ത്രി കാര്യം വിളിച്ച് വർത്താനം പറയാത്ത ആളാണെങ്കിലും ശശീന്ദ്രൻ അങ്ങനെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അപ്പം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ വിവരക്കേട് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പ്രതിപക്ഷ ജാഥ കടന്നു പോകുമ്പം ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. 8-9 വർഷമായിട്ട് നിങ്ങളാ ഭരിക്കുന്നത്. നിങ്ങളാണ് നിയമം ഉണ്ടാക്കേണ്ട ആളുകൾ. ആ നിയമം 9 വർഷമായി ഉണ്ടാക്കാതെ ഈ നാട്ടിലെ കർഷകനെ ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങളിപ്പോൾ വർത്തമാനം പറയുക. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക. കർഷകൻ പിടിപെട്ട് നിൽക്കുകയാ. കേരളത്തിലെ കർഷകൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, കൃഷിഭൂമി പോലും ആർക്കും വേണ്ടാതെ
മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നു. ഇനിയും വീണ്ടും ഇതിൻ്റെ മേൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് എങ്കിൽ നിങ്ങൾ ആരുടെയും കയ്യിൽ നിൽക്കില്ല. ായിരിക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ വരുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കണം, അദ്ദേഹത്തെയും ഈ ജാഥയെയും അനുഗ്രഹിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ സംസ്ഥാനത്ത് ഈ നെറികെട്ട ഗവൺമെന്റിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് CPM-ന്റെ പേടിസ്വപ്നമായ പിണറായി വിജയന്റെ പേടിസ്വപ്നമായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതാ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ കൊത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാരകൾ സൃഷ്ടിച്ചുകൊണ്ട് VD സതീശൻ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കുമളി ജനതയെ കാണുവാനും നിങ്ങളോട് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാനുമായി പ്രതിപക്ഷ നേതാവ് ഇതാ കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അഹങ്കാരികളായ CPM-ന് മറുപടി നൽകുവാൻ വേണ്ടി അഹങ്കാരം കാത്തു സൂക്ഷിക്കുന്ന പിണറായി വിജയനും കൂട്ടർക്കും മറുപടി നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതാ കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ പേടിസ്വപ്നമായി മാറിയിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇതാ ഈ കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മളുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. UDF-ന്റെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരികളും ധിക്കാരികളുമായ CPM-ന് മറുപടി നൽകിക്കൊണ്ട് ഇതാ കേരളത്തിന്റെ അമരക്കാരൻ കേരളത്തിലെ സമരമുഖങ്ങളിൽ ഗർജിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും പേടി സ്വപ്നമായിരിക്കുന്ന പകരക്കാരനില്ലാത്ത അമരക്കാരൻ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ UDF-ന്റെ നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും ഇതാ ഈ പൊതുവേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. CPM-ന്റെ രാഷ്ട്രീയത്തിന് തക്ക മറുപടി നൽകിക്കൊണ്ട് ഇതാ പ്രതിപക്ഷ നേതാവ് ഇതാ കടന്നു വന്നിരിക്കുകയാണ്. CPM-ന്റെ അഹങ്കാരികളും ധിക്കാരികളുമായ നേതാക്കന്മാർക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും കുമളി പൊതുവേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ തങ്കലിപികളാൽ ആലേഖനം പെട്ടിരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നാമം ഇതാ കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ കൊത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും ഇതാ കുമളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇതാ കുമളിയിൽ എത്തിയിരിക്കുന്നു. UDF-ന്റെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഇതാ കുമളി പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരികളായ ധിക്കാരികളായ CPM-ന് മറുപടി നൽകിക്കൊണ്ട് ഇതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് UDF-ന്റെ നേതാവ് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പകരക്കാരനില്ലാത്ത അമരക്കാരൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം UDF സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ VD സതീശൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ധിക്കാരികളായ CPM-കാരാ, അഹങ്കാരികളായ CPM-കാരാ, നിന്റെ ഓരോ പ്രവർത്തിക്കും തക്ക മറുപടി നൽകിക്കൊണ്ട് ഇതാ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ആദരണീയനായ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് VD സതീശൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നാമം ഇതാ കുമളി പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ കോട്ടകൊത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും കുമളി പൊതുവേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അഹങ്കാരികളും ധിക്കാരികളുമായ CPM-ന് തക്ക മറുപടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് UDF-ന്റെ നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയപ്പെട്ട നേതാവ് ഇതാ കുമളി പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ പ്രിയപ്പെട്ട VD സതീശനും സഹപ്രവർത്തകരും UDF-ന്റെ നേതാക്കന്മാരും ഇതാ ഈ പൊതുവേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരികളും ധിക്കാരികളുമായ CPM-ന് മറുപടി നൽകിക്കൊണ്ട് UDF അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും കുമളി പട്ടണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. CPM-ന്റെ കോട്ടകൊത്തളങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF-ന്റെ നേതാക്കന്മാരും കുമളി പൊതുവേദിയിലേക്ക് ഇതാ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അഹങ്കാരികളെ, ധിക്കാരികളെ, CPM-കാരാ, നിന്റെ ഓരോ പ്രവർത്തിക്കും തക്ക മറുപടി നൽകിക്കൊണ്ട് ഇതാ ഞങ്ങളുടെ നേതാവ് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, VD സതീശൻ എന്ന് പറയുന്ന തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് ഇതാ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ്, UDF-ന്റെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് VD സതീശനും സഹപ്രവർത്തകരും ഇതാ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് VD സതീശനും സഹപ്രവർത്തകരും ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹമായി മാറിയിരിക്കുന്ന CPM-ന്റെ വേടി സ്വപ്നം, CPM-ന്റെ ഓരോ വാക്കിനും തക്ക മറുപടി നൽകിക്കൊണ്ട് അഹങ്കാരികളും ധിക്കാരികളുമായ CPM-ന് തക്ക മറുപടി നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശനും സഹപ്രവർത്തകരും പൊതുവേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൃദയപൂർവ്വം UDF നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുന്നു.
UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആദരവാണ് ആദ്യമേ പ്രതിപക്ഷ നേതാവിന് നൽകുന്നത്. ആദരവ് നൽകുന്നതിന് വേണ്ടി UDF-ന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ തന്നെ കൺവീനറും UDF-ന്റെ നേതാക്കന്മാരെയും ക്ഷണിച്ചുകൊള്ളുന്നു. UDF-ന് വേണ്ടി UDF നിയോജക മണ്ഡലം ചെയർമാനും കൺവീനറും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ ക്ഷണിക്കുന്നു. നമസ്കാരം വക്കീലിനെ കണ്ടില്ല. ആദരണീയ അധ്യക്ഷൻ, ഈ വേദിയിലുള്ള പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് UDF-ന്റെ ചെയർമാൻ VD സതീശേട്ടൻ, ഈ വേദിയിലുള്ള UDF-ന്റെ നേതാക്കളായ ഡീൻ കുര്യാക്കോസ്, മോൻസ് ജോസഫ്, രാജൻ ബാബു സാറ്, അതുപോലെ തന്നെ ഷുക്കൂർ സാറ്, അഗസ്തി സാറ്, യോഗത്തിൽ പങ്കെടുക്കുന്ന UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ഘടകകക്ഷിയുടെ നേതാക്കളെ, ഇപ്പോൾ തന്നെ നമ്മുടെ യോഗം അല്പം സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കുറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. കുറച്ചു മുമ്പേ രാജൻ ബാബു സാറും അബൂബൊക്കെ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സുദീർഘമായി കാര്യങ്ങൾ പറയും. ഞാൻ ഒരു വിഷയം മാത്രം മനസ്സിലാക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ വനം മന്ത്രിക്കും കേരളത്തിൻ്റെ ജനങ്ങളിലെ അവകാശങ്ങളെക്കുറിച്ച്, വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കർഷകരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള യാതൊരു ബോധ്യവുമില്ലാതെ പ്രവർത്തിക്കുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, മനുഷ്യർ കൊല്ലപ്പെടുന്നു. മൃഗങ്ങൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ് ടു ലൈഫ് ഉണ്ട്, മനുഷ്യന് ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ് ടു ലൈഫ് ഇല്ല. തൻ്റെ ജീവന്റെ അവകാശം സംരക്ഷിക്കാൻ ഏതെങ്കിലും മനുഷ്യൻ ശ്രമിച്ചിട്ട് മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെ അകത്തേക്ക് വിടാനുള്ള നിയമനിർമ്മാണത്തിൻ്റെ ധൃതിയിലാണ് മുഖ്യമന്ത്രിയും വനം മന്ത്രിയും. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് UDF സമരവുമായി ഇറങ്ങിയത്. സമരം തുടങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ തൽക്കാലം ആ നിയമം അവർ കോൾഡ് സ്റ്റോറേജിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെ വന്യജീവികളെ സംരക്ഷിക്കപ്പെടേണ്ട എന്നും നമുക്കൊരു ആവശ്യമേ ഇല്ല. 1972 വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനൊരു കാരണമുണ്ടായിരുന്നു. ചില മൃഗങ്ങൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്നു, ചില സ്പീഷീസ് ഇനി ഇവിടെ ഉണ്ടാകാതാകും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അതുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കണം. 1912 നിയമപ്രകാരം നായാട്ട് അനുവദിച്ചിരുന്ന കാലത്താണ് 1972 നിയമം കൊണ്ടുവരുന്നത്. കാലാനുസൃതമായി അതിന് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവസാനം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വന്യജീവികളുടെ എണ്ണം വല്ലാതെ അധികരിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വനം മന്ത്രിയും
ആദ്യമായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 6-ാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന വന്യജീവി സംരക്ഷണ സ്റ്റേറ്റ് ബോർഡ്, ആ സ്റ്റേറ്റ് ബോർഡിന്റെ ചെയർമാനായ മുഖ്യമന്ത്രി, ആ സ്റ്റേറ്റ് ബോർഡിന്റെ വൈസ് ചെയർമാനായ വനം മന്ത്രി ഇന്നുവരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരമൊരു ബോർഡിൽ ചർച്ച ചെയ്തിട്ടില്ല. ഓരോ ദിവസങ്ങളിലും നമ്മുടെ അച്ഛനും അമ്മയും സഹോദരനും സുഹൃത്തും മക്കളുമൊക്കെ വന്യജീവികളുടെ അക്രമത്താൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് പ്രതിവിധിയായി അവർക്ക് ആകെയുള്ളത് വനം മന്ത്രിയുടെ ഒരു പത്രസമ്മേളനം മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തില് 8-ാം വകുപ്പിന്റെ ഒരു ഉപവകുപ്പുണ്ട്. ആ ഉപവകുപ്പ് പ്രകാരം വന്യജീവികളുള്ള സ്ഥലങ്ങളിൽ കർഷകരായ ആളുകളുണ്ടെങ്കിൽ, ട്രൈബൽസ് ഉണ്ടെങ്കിൽ, അവരെ ഹാർമണൈസ് ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ചുമതല, അത്തരം സാഹചര്യങ്ങളിൽ വേണ്ട നിയമനിർമ്മാണം നടത്തേണ്ട ചുമതല സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെതാണ്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ വനം വകുപ്പ് മന്ത്രി. ഈ രണ്ടാളുകൾ അങ്ങനെ ഒരു ഉദ്യോഗം അവർക്കുണ്ട് എന്ന് ബോധ്യമില്ലാതെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിലാണ് സംഭവിച്ചത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയിട്ട് കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഇതാണ് പറയുന്നത്: വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അധികരിച്ചിരിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം ഫോറസ്റ്റ് മേഖലയിൽ, അല്ലെ വനം മേഖലയിൽ അമിതമായ കൃഷി നടത്തിയിരിക്കുന്നു. കർഷകർ റാമ്പന്റായി കൃഷി നടത്തിയിരിക്കുന്നു. വന്യജീവികളെ അലോസരപ്പെടുത്തിയിരിക്കുന്നു. കർഷകരുടെ വീഴ്ച മൂലമാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, 1972 വന്യജീവി സംരക്ഷണ നിയമം ഞങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ചതുകൊണ്ട് മൃഗങ്ങളെല്ലാം ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെന്ന് എഴുതി കൊടുത്തു. ഒന്നാമത്തെ കാരണം, അനധികൃതമായി അമിതമായ കൃഷി ജനങ്ങൾ ചെയ്തു. അത് വന്യജീവികളെ പ്രകോപിപ്പിച്ചു. ഈ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുക്കുകയാണ്. ഈ റിപ്പോർട്ട് കാണുന്ന സെൻട്രൽ ഗവൺമെന്റ് ജനങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ കൃഷി ചെയ്യരുത്, വന്യജീവികളെ പ്രകോപിപ്പിക്കരുത് എന്ന ആഹ്വാനം നടത്തി പിരിയും. ഇതിവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഉപദ്രവിച്ച് മതിയാവൂ എന്ന് തീരുമാനിച്ചാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്നത് ഇവർ വായിക്കേണ്ടതുണ്ടെന്ന് ചിന്തിക്കാത്തതാണോ എന്നറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1970-കളില് ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്ത് വന്നു. ഭൂപരിഷ്കൃത നിയമം ഉൾപ്പെടെ. ഭൂപരിഷ്കൃത നിയമം വന്നപ്പോൾ ലക്ഷക്കണക്കിന് പ്രൈവറ്റ് ഭൂമികള് സർക്കാർ ഭൂമികളായി മാറി. വനമേഖലയിലുള്ള അത്തരം ഭൂമികളിൽ പലതും തന്നെ പിന്നീട് പ്രൈവറ്റ് ഫോറസ്റ്റിന്റെ നിയമം വന്നപ്പോൾ പ്രൈവറ്റ് ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ലാൻഡ് കൺസർവൻസി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും പുറത്താക്കാനുള്ള സംരംഭവും നടത്തുന്നു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഫർ സോണുമുണ്ട്. 1 കിലോമീറ്ററിനുള്ളിൽ ഒന്നും ചെയ്യാത്ത സാഹചര്യവും ഒരുക്കി. അതായത് 72-ന് ശേഷം കൂടുതൽ ഭൂമി പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നും സർക്കാരിലേക്ക് നിക്ഷിപ്തമാകുന്ന നിലപാടെടുത്തതിന് ശേഷം
വനം ഭൂമി കയ്യേറുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകും? വനം ഭൂമിക്കടുത്ത് എങ്ങനെ കൃഷി നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും? ഇതൊന്നും തിരിച്ചറിയാതെ ഉദ്യോഗസ്ഥർ എഴുതിവെടുക്കുന്നത് വെച്ച് അത് അപ്പടി വിഴുങ്ങി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇൻകോമ്പിറ്റന്റ് ആയ ഒരു ക്യാബിനറ്റാണ് നമ്മളെ ഭരിക്കുന്നത്. യാതൊരു വിവേകവുമില്ലാത്തൊരു മന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. ധാർഷ്ട്യം മാത്രം കൈമുതലായുള്ള മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. 2 തവണ ഗിമ്മിക്കുകൾ കാണിച്ച് നമ്മളെ കബളിപ്പിച്ച് അധികാരത്തിലിരിക്കുകയാണ്. 9ാമത്തെ വർഷവും അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മളെ വഞ്ചിച്ച് ഇനിയും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് അത് ജനങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കുക എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പല വിഷയങ്ങൾക്കും പോസ്റ്ററുകൾക്കൊക്കെ മറുപടി പറയും. ആ ഉത്തരവാദിത്തം പാലിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നു. കേരളത്തിലുടനീളം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും തെക്കൻ ജില്ലകളിലേക്ക് പോകാൻ പോകും. ഇവിടുത്തെ കുമളി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഹാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, എൻ്റെ ഹൃദയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ ബഫർ സോണ് 100 മീറ്റർ മാറിയാലില്ല, 100 മീറ്റർ മുന്നോട്ട് പോയാൽ 1 കിലോമീറ്റർ ബഫർ സോൺ ഇല്ല. നമുക്ക് ബഫർ സോൺ ഉണ്ട്. തമിഴ്നാടിനില്ലാത്ത ബഫർ സോണ് കേരളത്തിൽ ഉണ്ടാക്കി തന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി തന്ന പിണറായി വിജയനെയും സംഘത്തിനെയും പുറത്താക്കാതെ ഒരടി നമ്മൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരം. ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സീനിയർ നേതാക്കളുടെ എല്ലാം അനുവാദത്തോട് നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, നമ്മുടെ സമര യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ UDF-ന്റെ നേതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സമരയാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവർ സംസാരിക്കുന്നു. ബഹുമാനനായ കേരളത്തിന്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാനനായ ശ്രീ മോൻസ് ജോസഫ് MLA ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ മുഹമ്മദ് ഷാ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, ഞാൻ ഒരു ദീർഘമായ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല. ഈ പീരുമേടിന്റെ മണ്ണിനെ, ഇടുക്കിയുടെ മണ്ണിനെ വിമോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, ഇടതുപക്ഷത്തിന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്നുപോയ ഈ നാട് അനുഭവിക്കുന്ന ദുരന്ത സമാനമായ സാഹചര്യത്തെ സംബന്ധിച്ച് നേതാക്കന്മാരെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കുമളി പട്ടണത്തെ പൂർണ്ണമായി ബഫർ സോണിൽ ഉൾപ്പെടുത്തിയ ഗവൺമെന്റാണ് ഇന്ന് നാട് ഭരിക്കുന്നത്. ഒരു പ്രദേശം ബഫർ സോണിലായാൽ അവിടെയെല്ലാം വന്യമൃഗങ്ങൾക്ക് ഇറങ്ങി വരാം. ഇവിടെ കടുവയും പുലിയും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളെയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ അല്ലാതെ തന്നെ സാധിക്കുന്നില്ല. എത്രയോ പ്രയാസകരമായ അവസ്ഥയെയാണ് ഈ നാട്ടിലെ കൃഷിക്കാർ, തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളം ഞെട്ടിയ ഒരു സംഭവമുണ്ട്. എന്താണ്? അങ്ങ് കുട്ടിക്കാനത്ത് മരിയഗിരി സ്കൂളിലെ കുട്ടികൾ വൈകുന്നേരം പള്ളിക്കൂടം വിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോ തൊട്ടപ്പുറത്ത്, റോഡിനപ്പുറത്ത് കാട്ടാന വന്ന് നിൽക്കുകയാണ്. ആ കാട്ടാന റോഡ് മുറിച്ചു കിടന്ന് ഈ കുട്ടികളെ ലാക്കാക്കി കടന്നു വരുന്നു. 2 ബസും ഒരു കാറും ഇതിനിടയിലൂടെ അങ്ങ് പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? എത്ര കുഞ്ഞു കുട്ടികൾ അവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ? സ്കൂളിൽ പോയ കുട്ടികൾക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം എന്തുകൊണ്ട്? അവരുടെ എന്താ പറയുക, ഏറ്റവും മൗലികമായ അവകാശം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഇന്ന് ഈ വന്യമൃഗങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ ആ വന്യമൃഗങ്ങളെ വകവരുത്താൻ, വെടിവെച്ചു കൊല്ലാൻ ഒക്കെയുള്ള അധികാരവും കയ്യിൽ പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അങ്ങനെ ഈ നാടിനെ തീരാ ദുരിതത്തിലേക്ക് ഇവർ തള്ളിവിട്ടിരിക്കുകയാണ്. പീരുമേടിലെ തോട്ടം തൊഴിലാളികൾ എത്രയോ വർഷക്കാലമായി നമ്മുടെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. എന്താണ്? ഇവിടുത്തെ MLA ഉൾപ്പെടെ എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ ജനപ്രതിനിധികൾ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. എത്രയോ പ്രാവശ്യം ഇവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുമെന്നും അവിടെയെല്ലാം തൊഴിലാളികൾക്ക് എല്ലാ തരത്തിലുമുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അവരുടെ തൊഴിലാളി ലയങ്ങൾ, ഒരു നൂറ്റാണ്ടിനും അപ്പുറം പഴക്കമുള്ള ആ തൊഴിലാളി ലയങ്ങൾ പരിഷ്കരിച്ച് അവിടെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ
സൗകര്യങ്ങൾ സ്വർഗ സമാനമാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം നടത്തി കടന്നുപോയവർ ഇന്ന് ഏതു നിലയിലാണ് ഈ നാടിനെ വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ ദീർഘമായി കിടക്കുന്നില്ല. നമുക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പട്ടയം ലഭിക്കുന്നില്ല, പൂർണ്ണമായി മരവിപ്പിച്ചു. സർക്കാർ അഭിഭാഷകർ കോടതിയിൽ പോയി ഒത്തുകളിച്ചു. അത് മാത്രമല്ല, നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചു. ഒരു വികസന പ്രവർത്തനവും ഈ നാട്ടിൽ നടക്കുന്നില്ല. കുമളി, തേക്കടി ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ടൂറിസം പ്ലേസ് ആണ്. പക്ഷേ ഈ നാടിന്റെ എല്ലാ സാധ്യതകളെയും അവർ അടച്ച് ഇരുട്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ വഞ്ചനയുടെ പ്രവാചകന്മാരായി നിൽക്കുന്ന, വഞ്ചനയുടെ ഉപാസകരായി നിൽക്കുന്ന ഈ നാടിനെ എല്ലാ അർത്ഥത്തിലും ഒറ്റുകൊടുത്ത പിണറായി ഗവൺമെന്റിനെതിരെയുള്ള അവസാന സമരത്തിനാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഇവിടെ ഈ മലയോര സംരക്ഷണ ജാഥയുമായി, സമരജാഥയുമായി കടന്നു വന്നിരിക്കുന്നത്. ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഇടുക്കിയുടെ പ്രശ്നങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് അക്കമിട്ടു നിരത്തി ഈ ഗവൺമെന്റിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നാളെയുടെ പ്രതീക്ഷയാണ്, ഇടുക്കിയുടെ പ്രതീക്ഷയാണ്. ഈ മണ്ണിന് സംരക്ഷണ കവചമൊരുക്കിയ വലിയ പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ ഐക്യജനാധിപത്യ മുന്നണിക്കും ആദരണീയനായ പ്രതിപക്ഷ നേതാവിനുമുള്ളത്. ആ പ്രതിപക്ഷ നേതാവിനെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച ഈ നാടിനെ, നന്മയുള്ള ഈ നാടിനെ നല്ല നാളേക്ക് നയിക്കാൻ പ്രാപ്തനായ അദ്ദേഹത്തെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മലയോര സമരജാഥ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണർത്തുപാട്ടായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്. അടുത്തതായി ഈ സമരയാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ മോൻസ് ജോസഫ് MLA സംസാരിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ആന്റണി ആലഞ്ചേരി, ഐക്യജനാധിപത്യ മുന്നണിയുടെ മലയോര സമരജാഥയ്ക്ക് യാത്രയ്ക്ക് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, പ്രിയപ്പെട്ട ശ്രീ ഡീൻ കുര്യാക്കോസ് MP, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, KPCCയുടെയും DCCയുടെയും പ്രമുഖരായ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ശ്രീ രാജൻ ബാബു അടക്കമുള്ള UDFന്റെ വിവിധ ഘടകകക്ഷി നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എനിക്ക് മുമ്പ് സംസാരിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളെല്ലാം മലയോര സമരയാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും 10,000-കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ അപകടാവസ്ഥയിലാവുകയും രോഗികളാവുകയും ജീവിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ മലയോര മക്കൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നിരന്തരമായി അവതരിപ്പിച്ചിട്ടും ഒരു പരിഹാരവും ഉണ്ടാക്കുവാൻ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പിണറായി സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അതിശക്തമായ ജനകീയ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും പരിഹാര നടപടികൾക്ക് വേണ്ടിയുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന്റെയും പാതയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി കടന്നു വന്നിരിക്കുന്നത്. ഈ സമരം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വയനാട്ടിലെത്തിയപ്പോൾ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള ഉന്നതരായ ജനനേതാക്കൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ രാവിലെ അടിമാലിയിൽ UDFന്റെ സംസ്ഥാന കൺവീനർ ബഹുമാനനായ ശ്രീ MM ഹസനും തൊട്ടു മുമ്പ് കട്ടപ്പനയിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാനും UDFന്റെ മുതിർന്ന നേതാവുമായ ശ്രീ PJ ജോസഫ് സാറും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശന് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിക്കൊണ്ട് ജനപിന്തുണ അറിയിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു ജനകീയ മുന്നേറ്റമായി ഈ മലയോര സമരയാത്ര ഇപ്പോൾ കുമളിയിൽ എത്തിച്ചേരുകയാണ്.
വരും ദിവസങ്ങളിൽ മുണ്ടക്കയത്തും മറ്റു മേഖലകളിലും എല്ലാം കടന്ന് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ സമാപിച്ചതിനു ശേഷം നമ്മൾ നിയമസഭയിലേക്ക് തന്നെയാണ് തിരിച്ചു ചെല്ലുന്നത്. ഈ ജനവികാരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ വീണ്ടും UDF MLA-മാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റായ നിലപാടുകൾ തിരുത്തി മലയോര മക്കൾക്ക് സംരക്ഷണം നൽകുവാൻ ഇനിയും പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ താക്കീത് നൽകി ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നത് വരെ ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായി നമുക്ക് അണിനിരക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരുന്നതിന്റെ വ്യക്തമായ തെളിവാണ് കുമളിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലി. നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വഴിമാറി പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സ്നേഹിതരെ, മലയോര സമരയാത്ര കഴിഞ്ഞ 25-ാം തീയതി മുതൽ ധീരമായി നയിച്ച് നമ്മുടെ ഈ പീരുമേട് നിയോജക മണ്ഡലത്തിൽ കുമളിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരയാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പീരുമേട് നിയോജക മണ്ഡലത്തിലെ ജനവിഭാഗങ്ങളെ, കർഷക വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ആന്റണി ആലഞ്ചേരി, വേദിയിലും സദസ്സിലുമുള്ള, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മലയോര സമരയാത്ര ഒരു രാഷ്ട്രീയ ജാഥയല്ല. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയോരത്ത് താമസിക്കുന്ന പാവപ്പെട്ട കർഷകരുടെ, സാധാരണക്കാരുടെ ദുരിതപൂർണമായ ജീവിതം കേരളത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ഒന്നാമത്തെ പരിഗണനയാക്കി മാറ്റാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന തീക്ഷ്ണമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം രാവിലെ ഇതങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചതല്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വിഷയം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ്. 6 അടിയന്തര പ്രമേയങ്ങൾ, നിരവധി ശ്രദ്ധ ക്ഷണിക്കലുകൾ, സബ്മിഷനുകൾ, പ്രസംഗങ്ങൾ, എല്ലാ സങ്കടങ്ങളും ഞങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കതിൻ്റെ വിവരങ്ങൾ നിയമസഭാ റെക്കോർഡിലുള്ളത് അയച്ചു. ഈ അവസാനം ഈ ജാഥ തുടങ്ങുന്നതിൻ്റെ മുൻപ് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഈ വിഷയമാണ് ഞങ്ങൾ വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്നത്. കാരണം മലയോരത്ത് കണ്ടത് ഭീതിയാണ്, സങ്കടമാണ്, ഉത്കണ്ഠയാണ്, അനിശ്ചിതത്വമാണ്. ഞങ്ങൾ ബത്തേരിയിൽ ചെന്നപ്പോൾ 5 കടുവ ഇറങ്ങിയിരിക്കുക. 5 കടുവ. എങ്ങനെ കുട്ടികളെ പുറത്തയക്കും, സ്കൂളിലയക്കും? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ആശുപത്രി പോകാൻ പറ്റുമോ? ആകെ കൃഷി മുഴുവൻ നശിച്ചിരിക്കുക. പശുവിനെ കറന്നാണ് 70% പേരും ജീവിക്കുന്നത്. എന്നിട്ട് ആ പാല് കൊണ്ടുപോയി ഒരു സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്നൊരാൾ പുറത്തു പോയാൽ പേടിയാണ്, തിരിച്ചു വരുമോ എന്ന്. അവിടെ 9 പേരെയാണ് കടുവ കടിച്ചു കൊന്നത്. ആറളത്തി എന്നപ്പോൾ ആന ചവിട്ടിക്കൊന്നവർ 17 പേർ. കേരളം മുഴുവൻ ഇതാണ്. ഇവിടെ എന്നോട് അധ്യക്ഷൻ പറഞ്ഞു, 2 കിലോമീറ്റർ അപ്പുറത്ത് കടത്തോട്ട് മാമച്ചൻ എന്നൊരാൾ കരടി മാന്തി കണ്ണ് നഷ്ടപ്പെട്ട് മുഖം വികൃതമായിരിക്കുക. എത്ര പേരാണ്? എന്നിട്ട് ഈ സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഭൂമിയിലല്ലേ?
കാരണം സർക്കാർ തന്ന കണക്കുണ്ട്, ഞങ്ങളത് തിരിച്ചു വായിച്ചു. എന്താ കണക്കെന്നറിയാമോ? 2018 മുതൽ 60,000 വന്യജീവി ആക്രമണങ്ങൾ. മരിച്ചത് എത്രയാ? 1000-ലധികം പേർ മരിച്ചു. 1000-ലധികം പേർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. 8,000-ലധികം പേർ ഗുരുതരമായ പരിക്ക്. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. മലയോരത്ത് ചേമ്പും ചേനയും കപ്പയും നട്ടിരുന്നു, ഇല്ലേ എല്ലാവരും? ഇപ്പൊ പന്നി വന്നെല്ലാം മലത്തി, കിഴങ്ങ് കൃഷി ഇല്ലാതായി. ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ പറമ്പുകളിൽ നിന്ന് ആളുകൾ പ്ലാവ് വെട്ടി നീക്കുക. ഒറ്റ പ്ലാവും വേണ്ട, കാരണം പ്ലാവിൽ ചക്ക ഉണ്ടായാൽ ആന വരും. വാഴകൃഷി വേണ്ട, ആന വരും. ഇനി റംബുട്ടാൻ ഉണ്ടാക്കുക, ഫ്രൂട്ട് പ്ലാന്റ്, അപ്പൊ മലയെണ്ണ വന്ന് കൊണ്ടുപോകും. തെങ്ങാണെങ്കിൽ കുരങ്ങ് തെങ്ങ് കയറി മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം ഇട്ടുകൊണ്ട് പോവും. ഗുരുതരമായ പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, കീടനാശിനിക്ക് വില കൂടി, ഇല്ലേ, വളത്തിന് വില കൂടി, കൂലിച്ചെലവ് കൂടി, പ്രയാസപ്പെടുകയാണ്. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് മലയോരത്ത്. ദേശസാൽകൃത ബാങ്കിൽ നിന്ന്, ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന്, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടാതെ ആരെയും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ് മലയോരത്ത്. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. കന്നുകാലികളെ 5000-ലധികം കന്നുകാലികളെയാണ് പിടിച്ചുകൊണ്ട് പോയത്. പശുവിനെ വളർത്തി ജീവിക്കുന്നവന്റെ കന്നുകാലി പശുവിനെ പിടിച്ചുകൊണ്ട് പോയാലുള്ള സ്ഥിതി എന്താ? പിന്നെ അതിന്റെ മീതെയാണ് കൂനിന്മേൽ കുരുവെന്നതുപോലെ ബഫർ സോൺ. ഇവിടെ പറഞ്ഞല്ലോ, ബഫർ സോൺ സംസ്ഥാനത്തിന് തീരുമാനിക്കുക. ഇപ്പോ പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് തമിഴ്നാട് പറഞ്ഞു ഞങ്ങൾക്ക് 0 ബഫർ സോൺ വേണ്ട, വനാതിർത്തി തന്നെ ബഫർ സോൺ. ഇവിടെ ഇപ്പൊ 1 കിലോമീറ്റർ നടപ്പാക്കാൻ നടക്കുക. പല പട്ടണങ്ങളും അടക്കം ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണായാൽ വീണ്ടും വനപരിധിയിൽ വരും. ജീവിക്കാൻ പറ്റില്ല. മനുഷ്യർ എങ്ങോട്ട് പോവും? ഈ ഇടുക്കിയിൽ വരുമ്പോൾ ഇത് അതിന്റെ ദുരിതം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിലാണ്. എന്താ കാര്യം? അതിന്റെ കൂടെ ഭൂമി പ്രശ്നങ്ങളാണ്. ഇപ്പോ 2009-ലും ഇപ്പോ വന്ന ഈ പിണറായി വിജയന്റെ സർക്കാരും കൂടി, ഞങ്ങൾ വന സംരക്ഷണത്തിനെതിരല്ല, വനസംരക്ഷണം വേണം, ഉറച്ച നിലപാട്. പക്ഷെ ഈ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനം. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ്, ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴുള്ള വനം മതി, ഇനി വനം വേണ്ട. ഈ 2009-ലെ അച്യുതാനന്ദൻ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും കൂടി 19,000 ഏക്കർ സ്ഥലം പുതിയ വനഭൂമിയായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ചിന്നക്കനാൽ ഉൾപ്പെടെ. ജനവാസ കേന്ദ്രം വനഭൂമിയാക്കി പ്രഖ്യാപിക്കുക. പിന്നെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഡീനോട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു, പിൻവലിക്കാന്ന് പറഞ്ഞു. ഇതുവരെ പിൻവലിച്ചിട്ടില്ല. പിന്നെയാണ് 2 കോടതി വിധികൾ. ഒന്ന് ഹൈക്കോടതി വിധി. എന്താ? 64-ലെ ഭൂപതിവ് ചട്ടം അനുസരിച്ചുള്ള പട്ടയങ്ങൾ വിതരണം നടത്താൻ പാടില്ല, സ്റ്റേ. എന്താ കാര്യം? ആരോ കൊണ്ട് കേസ് കൊടുത്തു, ഈ കയ്യേറ്റക്കാരാണ് ഇത് മുഴുവനെന്ന്. ഗവൺമെന്റ് പറഞ്ഞില്ല, കോടതിയിൽ പറയണമായിരുന്നു. എന്താ പറയേണ്ടത്? കുടിയേറ്റക്കാർക്ക് ഞങ്ങൾ നിയമപരമായി പട്ടയം കൊടുത്തു, ഇനിയും കൊടുക്കും. കയ്യേറ്റക്കാർക്ക് ഞങ്ങൾ പട്ടയം കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരന്റെ കയ്യിലിരിക്കുന്നത് വ്യാജ പട്ടയമാണ്, അല്ലേ? മാത്രമല്ല, കയ്യേറ്റക്കാർ നിരന്തരമായി അവരെ ഈ പ്രശ്നമുണ്ടാക്കുന്നവരുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കോടതി കൊടുത്താൽ മതി. അത് കൊടുക്കാൻ പറ്റുമോ CPM-ന്? എന്താ കൊടുക്കാൻ പറ്റാത്തത്? ഈ ജില്ലയിലെ ഭൂമി കയ്യേറ്റത്തിന്റെ 75-80% CPM നേതാക്കളാ, അല്ലേ? ഞാൻ പേരൊന്നും പറയുന്നില്ല, പേരൊന്നും വേണ്ട. അതിപ്പോ ഒരാളുടെ ഇപ്പൊ ഡീനെതിരായിട്ട് മത്സരിച്ച ആളുടെ എത്ര ഏക്കറായി ഇപ്പൊ റദ്ദാക്കിയത്? MM മണി ബഹളം ഉണ്ടാക്കുന്ന CPM-കാര് ബഹളം ഉണ്ടാക്കുന്ന MM മണിയുടെ സഹോദരന്റെ പേരിൽ എത്ര ഭൂമിയാ കയ്യേറിയിരിക്കുന്നത്? ഈ കയ്യേറ്റക്കാരാണ് കുടിയേറ്റക്കാരെ വെള്ളത്തിലാക്കുന്നത്. വ്യാജ പട്ടയം, വൃന്ദാവൻ പട്ടയം മുതലുള്ള പട്ടയം, എനിക്ക് എല്ലാത്തിന്റെ പേരറിയാം.
ഇവിടെ ഉണ്ടാക്കിയ മുഴുവൻ കള്ളപ്പട്ടയത്തിന്റെ പേരറിയാം. കള്ളപ്പട്ടയങ്ങളുടെ പേര് വൃന്ദാവൻ ലോഡ്ജിൽ അടിമാലിയിൽ ഉണ്ടാക്കിയ പട്ടയം തൊട്ട് ഉള്ള പട്ടയങ്ങളുണ്ട്. കാശ് മേടിച്ച് പട്ടയം കൊടുത്തിരിക്കുക. എന്നിട്ട് കോടതി പറയണ്ടേ കയ്യേറ്റക്കാര് വേറെ കുടിയേറ്റക്കാര് വേറെ എന്ന്? ഈ ലിസ്റ്റ് കൊടുത്താൽ ലിസ്റ്റ് വെളിയിൽ പോവും. ലിസ്റ്റ് കയ്യിലുണ്ട്, റവന്യൂ വകുപ്പിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ആദ്യത്തെ പേരുകാര് തന്നെ ചിന്നക്കനാലില് വേറൊരാളുണ്ട്. വേറെ ഞാൻ പേര് എനിക്ക് എല്ലാവരും പേരറിയാട്ടോ. കയ്യേറിയ ആളുകളുടെ പേരുകളൊക്കെ അറിയാം. എല്ലാം CPM കാരാ. എന്നിട്ട് അവര് കുടിയേറ്റക്കാരുടെ പ്രശ്നമായി കൂട്ടിക്കുഴച്ചു. അതുകൊണ്ടാണ് കോടതി 64 ഭൂപതിവ് ചട്ടം പ്രകാരം പട്ടയം കൊടുക്കണ്ട എന്ന് സ്റ്റേ ചെയ്ത് കിടന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിൽ കൂടുതലായി അല്ലേ? അതിന്റെ പേരിൽ നിയമം ഉണ്ടാക്കി. വേറെ നിയമം എന്താ? ഈ 64 ചട്ടം അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മുഴുവൻ റെഗുലറൈസ് ചെയ്യുക, സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ ഒരു നിയമം ഉണ്ടാക്കി. ചട്ടം ഉണ്ടാക്കിയിട്ടില്ല ഒരു കൊല്ലമായിട്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കിട്ട് പണിയരായിരിക്കുകയാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ വിവിധ സ്ലാബുകളിലാക്കി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുക. ഫീസായിട്ട് കോടിക്കണക്കിന് രൂപ ഇടുക്കിയിൽ നിന്ന് കിട്ടുമെന്നാ പറയുന്നത്. റവന്യൂ വകുപ്പ് പറയുന്നത് കോടിക്കണക്കിന് രൂപ. മനസ്സിലായി? 93 ചട്ടത്തിലൊരു വാക്കുണ്ട്, വീടും വയ്ക്കാം ചെറിയ കടമുറിയും പണിയാം. ആ ചെറിയ കടമുറി എത്ര സ്ക്വയർ മീറ്റർ ആകാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഒരു നിയമ തടസ്സവും ഇല്ലാതെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ 64 പട്ടയങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഒരു നിബന്ധനയും ഇല്ലാതെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തി തരും. 2 CHR പട്ടയം 2000 അത് സ്റ്റേ ചെയ്തിരിക്കുക സുപ്രീം കോടതി. എന്താണ്? കോടതിയിൽ മിണ്ടിയിട്ടില്ല. ഡീൻ കുര്യാക്കോസ് കണ്ടുകൊണ്ടിരിക്കുക കോടതി നടപടികൾ. പട്ടയം ഇപ്പോ സ്റ്റേ ചെയ്യുമെന്ന് കോടതി പറയുമ്പോ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ കേരളത്തിന്റെ വക്കീലും മിണ്ടുന്നില്ല. 2016 വരെ എന്തായിരുന്നു തീരുമാനം? ഗവൺമെന്റുകളുടെ തീരുമാനം CHR റവന്യൂ ഭൂമിയാണ്. അതിലെ മരം വനം വകുപ്പിന്റെ ആണ്. പൊക്കോട്ടെ, ഡ്യൂവൽ കൺട്രോൾ ആണ്. 2 കൂട്ടരുടെ ഒരു പ്രശ്നമില്ലല്ലോ. ഈ സർക്കാർ വന്നു. നിങ്ങൾ ഇതൊക്കെ അറിയണം. ഇടുക്കിക്ക നിങ്ങളെ കബളിപ്പിച്ചതിന്റെ കഥകൾ എന്നിട്ട് ഇവിടെ കൊണ്ട് ഇപ്പൊ ദേശാഭിമാനിയിൽ ഇന്ന് ഫുൾ പേജ് ഈ മലയോര സമരയാത്രയെ കുറിച്ചാണ്. നമുക്കെതിരായിട്ട് എന്നാലും നന്ദി. ഒരു പേജ് മുഴുവൻ ഇവിടെ കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് കയ്യേറ്റക്കാരുടെ ആളുകൾ. ഞങ്ങൾ കുടിയേറ്റക്കാരുടെയും പാവപ്പെട്ട കർഷകരുടെയും കൂടെയാ. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവര് CHRൽ അധികാരത്തിൽ വന്നു 16 വരെ ഒരു കുഴപ്പമില്ല. 2017 റവന്യൂ വകുപ്പിന്റെ അഫിഡവിറ്റ് എവിടെയാ? ഗ്രീൻ ട്രൈബ്യൂണൽ. 2,15,000 ഏക്കറും വനഭൂമിയാണ്. തീർന്നില്ലേ? 2018 വനം വകുപ്പിന്റെ ഭരണ റിപ്പോർട്ട് 2,15,000 ഏക്കറും വനഭൂമിയാണ്. അപ്പൊ റവന്യൂ വകുപ്പും പിണറായി വിജയന്റെ റവന്യൂ വകുപ്പും വനം വകുപ്പും ഒരുമിച്ച് പറയുകയാണ് ഈ CHR ഭൂമി വനഭൂമിയാണ്. നിങ്ങൾ എവിടെ പോവും? നിങ്ങള് എവിടേക്കാ പോകുന്നത്? അതാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. സുപ്രീം കോടതി ചെന്നപ്പോ ഇവരുടെ കണക്കും മാറി. ഇവര് ആരോട് ചോദിച്ചിട്ട് എവിടത്തെ കണക്കാ? 2,64,000 ഏക്കറായി CHR 2015. ഞങ്ങള് തിരുവിതാംകൂർ രാജഭരണകാലത്തെ ഗസറ്റ് അടക്കം ഫോറസ്റ്റ് മാനുവൽ അടക്കം മുഴുവൻ രേഖകളും ഞങ്ങൾ പരിശോധിച്ചു. മുഴുവൻ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പറയുന്നു അത് 2,15,000 ഏക്കറേ ഉള്ളൂ. അതിൽ 2,15,000-ൽ 15,000 ഏക്കർ മാത്രമാണ് വനഭൂമി. ഇതാണ് രേഖ. കേസ് നടത്താൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്താൻ ഈ സർക്കാരിന്റെ കയ്യിൽ രേഖകളില്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി തരാം നിങ്ങൾക്ക് രേഖകൾ, എല്ലാ രേഖകളും കേസ് നടത്താൻ. ഇത് കാണിച്ചാൽ മതി കോടതി. എന്നിട്ട് പറയാണ് 2,60,413 ചതുരശ്ര മൈലുണ്ട്, 333 ഉള്ളൂ. അപ്പൊ അത് വീണ്ടും 19,000 ഏക്കറും കൂടി കൂട്ടി. അപ്പൊ ബാക്കിയുള്ള വെറുതെ കിടക്കുന്ന ഭൂമിയും കൂടി ഇതിന്റെ കൂടെ വരും. ശരിയാണ്? ഇത് കോടതിയിൽ പോയി മര്യാദയ്ക്ക് കേസ് വാദിച്ചാൽ കോടതി സ്റ്റേ പിൻവലിക്കും. റവന്യൂ ഞങ്ങൾ പറയുന്നു വീണ്ടും UDF അധികാരത്തിൽ വരുമ്പോൾ
ഇത് ഞങ്ങൾ പരിഹരിക്കും. CHR ഭൂമി വനഭൂമിയാണ്. ഇനി ഇവരൊരു കള്ളത്തരം കൂടി കാണിച്ചു, അതുകൂടി പറയാം. 2009 സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ CHR ഭൂമിയിൽ അല്ല, റവന്യൂ ഭൂമി 2009 സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. എന്താ വിധി എന്നറിയാം? എന്താ വിധി? 20,300 ചില്ലാൻ ഏക്കർ CHR ഭൂമി പട്ടയം കൊടുക്കാനുള്ള ഉത്തരവുണ്ട്. പട്ടയം കൊടുക്കാൻ 15 കൊല്ലം മുമ്പ് അതും മര്യാദയ്ക്ക് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കാരണം അതൊരു സുപ്രീം കോടതി പരിശോധിച്ച് ഇത് റവന്യൂ ഭൂമിയാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. 20,000 ഹെക്ടർ എന്ന് പറയുമ്പോൾ എത്ര ഏക്കർ വന്നു? 50,000 ഏക്കർ വന്നില്ലേ? അത്രയും പേർക്ക് ഭൂമി കൊടുക്കാൻ, പട്ടയം കൊടുക്കാനുള്ള ഉത്തരവ് ഈ സർക്കാർ സുപ്രീം കോടതി ഹാജരാക്കിയില്ല. ആർക്കു വേണ്ടിയാ ഹാജരാക്കായിരുന്നത്? ഹാജരാക്കിയില്ല. അത് മാത്രം ഹാജരാക്കിയാൽ മതി. 15 കൊല്ലം മുമ്പുള്ള ഒരു സുപ്രീം കോടതി വിധി മറികടക്കില്ല ഇപ്പോഴത്തെ സുപ്രീം കോടതി. ഇവിടെ അഡ്വക്കേറ്റ് ഷാ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാ, അദ്ദേഹത്തിനോട് ചോദിക്കും. അത് കോടതി ഹാജരാക്കിയില്ല. ഇവരാരുടെ കൂടെയാണ്? ആരുടെ കൂടെ? അതുമാത്രമാണോ? പദ്ധതിക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ പട്ടയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നമ്മൾ തീരുമാനിച്ചു, ജണ്ട ഒഴിച്ചുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുത്തോ? ഇവർ 10ാം ചെയിനിലും 3ാം ചെയിനിലും ഒക്കെ കൊടുക്കാനുണ്ട് ഭൂമി. ഇനി വേറെ കുറെ സ്ഥലത്ത് ഏലം എന്ന് തെറ്റായി എഴുതിയതിന്റെ പേരിൽ നിരവധി പഞ്ചായത്തുകളിൽ ഈ പട്ടയം കൊടുക്കുന്നില്ല. തെറ്റായി എഴുതിയതാണ്. അത് കൊടുത്താൽ എന്താ കുഴപ്പം? പിന്നെ ഇപ്പൊ കുത്തകപ്പാട്ടം ഏലത്തിന്റെ പുതുക്കി കൊടുക്കുന്നുണ്ടോ? പുതുക്കി കൊടുക്കുന്നില്ല. ഏലത്തോട്ടത്തിൽ CHRൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ശരിയാണോ? ഈ ഗവൺമെന്റ് ചെയ്താണ്. 2017 വന്നപ്പോ തന്നെ പണി തന്നു നിങ്ങൾക്ക്. എന്താ പണി? 8 വില്ലേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന് പറഞ്ഞു. ഈ MM മണി മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് 2018 8 വില്ലേജിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ 13 വില്ലേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പിന്നെ ഇവിടെ ബാക്കി സ്ഥലം എവിടെയാ ബാക്കി സ്ഥലം? ഇടുക്കി ജില്ലയിൽ വനാതിർത്തിയും ബഫർ സോണും ഇപ്പൊ നോട്ടിഫൈ ചെയ്ത വനഭൂമിയും ഈ 2,15,000 CHRഉം പദ്ധതി പ്രദേശവും ഈ ഏലമാണെന്ന് തെറ്റിദ്ധരിച്ച സ്ഥലവും ഒക്കെ കൂടി നോക്കിയാൽ ബാക്കി എവിടെയാ സ്ഥലം? ഒരു കൊച്ചിന് വിദ്യാഭ്യാസ ലോണിന് കുട്ടികൾ പഠിച്ച് രക്ഷപ്പെടണ്ടേ? കൃഷി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കുട്ടികൾ പഠിച്ച് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു വിദ്യാഭ്യാസ ലോണിന് ഇത് വെക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? എന്തൊരു സങ്കടമാണ്, എന്തൊരു പ്രയാസമാണ്, എന്തൊരു വിഷമമാണ്. അതാണ് ഞങ്ങള് മലയോര സമരയാത്രയുമായി ഇറങ്ങിയിരിക്കുന്നത്. അത് പരിഹരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് ഇവരുടെ മീതെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും നിയമസഭയിൽ ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ, സന്തോഷം. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇത് തീരാറായി. ഈ ഒടുക്കത്തെ ഭരണം, ഈ ദുർഭരണം അവസാനിക്കാറായി. കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വന്നാൽ ഒന്നാമത്തെ മുൻഗണന മലയോരത്തെ നിങ്ങൾക്കായിരിക്കും. ഇത് വാക്കാണ്, വാക്ക്. ഇവിടെ പിണറായി വിജയൻ വന്ന് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ചു 12,000 കോടി രൂപയുടെ പാക്കേജ്, ഇടുക്കി പാക്കേജ്. എല്ലാം കൂടി ഇപ്പൊ ഇടുക്കിക്ക് പ്രഖ്യാപിച്ചേക്കണ പാക്കേജ് 18,000 കോടി രൂപയാ. എനിക്ക് സത്യം പറഞ്ഞ അസൂയ തോന്നി അന്ന് ഇടുക്കിക്കാരോട്. 18,000 കോടി രൂപ പാക്കേജ് ഇവിടെ സ്വർഗമായി മാറിയേനെ. ഒരു 3 മാസം മുമ്പ് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു, എത്ര രൂപ അതിൽ ചെലവാക്കിയെന്ന്. 18,000 കോടി രൂപയുടെ പാക്കേജിൽ ചെലവാക്കിയത് 51 കോടി. അപ്പം എനിക്ക് തോന്നി 51 കോടിയും ചെലവാക്കി കാണൂലല്ലോ, കാരണം അലോക്കേഷൻ ഇല്ല. അപ്പൊ തപ്പിപ്പോയപ്പോ എന്താ, ബാക്കി ജില്ലയിലൊക്കെ നടപ്പാക്കിയ ചില പദ്ധതികൾ ഇവിടെ നടപ്പാക്കി, അത് ഇടുക്കി പാക്കേജ് ഒന്നും ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 51 കോടി കാണിച്ചത്. 18,000 നിങ്ങളെ കബളിപ്പിച്ചാണ്. നിങ്ങളെ മുഖ്യമന്ത്രി വന്ന്
തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന് നിങ്ങളെ കബളിപ്പിച്ചതാണ് 12,000 കോടി. അതിനു മുമ്പ് പ്രഖ്യാപിച്ച 6,000 കോടി, 18,000 കോടി നിങ്ങളെ പറ്റിച്ചാണ്. ആ പറ്റിച്ചവരാണ് ബോർഡ് കൊണ്ടുവയ്ക്കുന്നത് പോലെ. നിങ്ങളെ കബളിപ്പിച്ചവർ 18,000 കോടി. നമ്മൾ വരുമ്പോ 64-ലെ പട്ടയത്തിന്റെ പ്രശ്നം നിബന്ധനകളില്ലാതെ തീർക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യും, CHR വിഷയം അവസാനിപ്പിക്കും. അതുപോലെ പദ്ധതി പ്രദേശങ്ങളിൽ ജെൻഡ ഒഴിച്ചുള്ള മുഴുവൻ സ്ഥലത്തും പട്ടയം കൊടുക്കും. ഏലമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സ്ഥലത്ത് പട്ടയം കൊടുക്കും. എല്ലാ ഭൂമി പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. അതിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇടുക്കിയിലെ മുഴുവൻ ജനങ്ങൾക്കും, കർഷകർക്കും, പാവപ്പെട്ടവർക്കും ഞങ്ങളുടെ വാക്കാണ്. അത് പിണറായി വിജയന്റെ ചാക്ക് പോലെ അല്ല, ഞങ്ങളുടെ വാക്കാണ്. ആ വാക്ക് ഞങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പു നൽകുന്നു. നിങ്ങൾ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഈ ജാഥയിൽ സ്വീകരണം തരാൻ വന്നത് UDF പ്രവർത്തകർ മാത്രമല്ല, കർഷക കുടുംബങ്ങളിൽ നിന്നും ഉൾപ്പെടെ ധാരാളം ആളുകളാണ് ഈ ജാഥയിൽ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ കുമളിയിലെത്തിയപ്പോൾ ഹൃദയത്തിൽ ചാലിച്ച് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിന് ഞാൻ ഹൃദയപൂർവ്വം തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്നേഹമുള്ളവരെ, അടുത്തത് നമ്മുടെ സമര നായകന് സ്വീകരണമാണ്. അതിന് മുമ്പ് നമ്മുടെ ഈ സമര യാത്രയിലേക്ക് BJP-യിൽ നിന്നും രാജിവെച്ച് കടന്നു വന്നിരിക്കുന്ന ശ്രീ ബൈജി ബേബി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കും UDF-ലേക്കും അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വീകരണത്തിനുള്ള ആളുകളുടെ പേര് വായിക്കുകയാണ്. ഒരു അറിയിപ്പ്: വലതുവശത്തുള്ള ആ ഭാഗത്തു നിന്നും എല്ലാവരും ഒന്ന് മാറി നിന്ന് അവിടെ നിന്ന് സ്റ്റെപ്പിലേക്ക് കയറി ഇടതു ഭാഗത്തുകൂടി ഇറങ്ങിപ്പോകണം. എത്രയും പെട്ടെന്ന് എല്ലാവരും കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈജി ബേബി വേദിയിലേക്ക് കടന്നു വരണം. കോൺഗ്രസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDF-ന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ ആന്റണി ആലഞ്ചേരി, കൺവീനർ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ബ്ലോക്ക് മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി KS മുഹമ്മദ് കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു പോൾ, ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം, ജനതാദളിന് വേണ്ടി EA കോശി, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ MM വർഗീസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി ജെയിംസ്, DCC ജനറൽ സെക്രട്ടറിമാർ PR അയ്യപ്പൻ, അബ്ദുൾ റഷീദ്, ഷാജി പൈനേടത്ത്, R ഗണേശൻ, ചന്ദ്രശേഖരൻ, ശാന്തി രമേശ്, കേരള കോൺഗ്രസിന് വേണ്ടി സാബു വേങ്ങവേലിൽ, കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് PP റഹീം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് KC അൻസാരി, BSPക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് സുനിൽ, UDF മണ്ഡലം ചെയർമാൻ NDR കുഞ്ഞുമോൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോഷൻ കണ്ണന്താനം, INDC മണ്ഡലം പ്രസിഡന്റ് സിറിൽ യോഹനാൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൾ ഷിബു, കേരള സ്റ്റേറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ INDC ജില്ലാ പ്രസിഡന്റ് നിസാമുദ്ദീൻ കല്ലറയ്ക്കൽ, രാജേഷ് INDCക്ക് വേണ്ടി രാജേഷ് KR, INDCക്ക് വേണ്ടി അപ്പുക്കുട്ടൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി KN ഗോപാലകൃഷ്ണൻ, ജെയിംസ് കണ്ടത്തിൽ അട്ടപ്പള്ളം, KSU-വിന് വേണ്ടി പ്രണവ്, KSU-വിന് വേണ്ടി ആൻഡോ ജോൺസി, KSU-വിന് വേണ്ടി അനീഷ് വർഗീസ്, ചക്കുവള്ളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് VV മുരളി, ചെയർമാൻ ബേബിച്ചൻ തുരുത്തിയിൽ, മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ജോളി കള്ളത്തൂർ, മാണി ഇരുമേട, മനോജ് പുത്തമ്പുര, മോനിച്ചൻ ഇളപ്പുങ്കൽ, DCC മെമ്പർ ജയൻ കുഴിക്കാട്ട്, കേരള കോൺഗ്രസിന് വേണ്ടി ജോസുകുട്ടി തകടിപ്പുറം, ജെയ്സൺ നത്തിമൂട്ടിൽ, മഹിളാ കോൺഗ്രസിന് വേണ്ടി ഷൈനി റോയി, ലൗലി ഈശോ, സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി പ്രസിഡന്റ് അജി കീഴ്വാറ്റ്, DCC മെമ്പർ വക്കച്ചൻ തുരുത്തിയിൽ, ജോൺ വരയന്നൂർ, തങ്കച്ചൻ ഇടയാടി, സിബി വെള്ളമറ്റം, മഹിളാ കോൺഗ്രസിന് വേണ്ടി റോഷൻ വർഗീസ്, ദളിത് കോൺഗ്രസിന് വേണ്ടി ബിൻസി ബെന്നി, K സെൽവകുമാർ, മാടസ്വാമി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സാബു വയലിൽ, ബാബു കോട്ടയ്ക്കൽ, ശശി മാടപ്പള്ളിയിൽ, അപ്പുക്കുട്ടൻ, N ആണ്ടവർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ജയേഷ് ചാഞ്ചപ്ലാക്കൽ, INDC-ക്ക് വേണ്ടി ഷംനാഥ്, യൂത്ത് കോൺഗ്രസിന് വേണ്ടി നിതിൻ, ബൈജു, INDC-ക്ക് വേണ്ടി ബൈജു, മണ്ഡലം
പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ രാജൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പി കെ ശശി, സണ്ണി INTUC ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സണ്ണി കോട്ടയ്ക്കുപുറം, ജവഹർ ബാലമഞ്ചിന് വേണ്ടി ബിനീഷ്, INTUC റീജിയണൽ കമ്മിറ്റിക്ക് വേണ്ടി കെ എ സിദ്ദിഖ്, വാർഡ് പ്രസിഡന്റ് കെ ഷാരു, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കർഷക യൂണിയൻ ബിനു ജോണ്, കുമളി മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യമുട്ടം, ചക്കവള്ളം മണ്ഡലം പ്രസിഡന്റ് ബേബി തുരുത്തിയിൽ, വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ, പീരുമേട് ഉമ്മച്ചൻ, ഉപ്പുതറ ആമോസ്, പെരുവന്താനം സാജു പവത്ത്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സാബു വേങ്ങവേലിൽ, ബേബിച്ചൻ കണികുന്നൽ, സാജു പറപ്പള്ളിയിൽ, ആളുകള് പേരുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ കയറി വന്ന് പെട്ടെന്ന് ഹാരാർപ്പണം നടത്തി പോകാവുന്നതാണ്. ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ, UDF വേണ്ടി മണ്ഡലം ചെയർമാൻ DCC മെമ്പർ PK കുഞ്ഞുമോൻ, PT തോമസ്, P നിക്സൺ, ജോർജ് ജോസഫ് കാണക്കാലി, സിനി ജോസഫ്, മണ്ഡലം പ്രസിഡന്റ് INTUC മണ്ഡലം പ്രസിഡന്റ് ബിജോ, INTUC ജില്ലാ